സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഓർത്തണം, ലൈക്ക് എടുക്കണം. ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ഇന്ന് നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി അരിപ്പായസമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് ഉണക്കല്ലരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഉണക്കല്ലരി നമ്മൾ കുക്കറിലിട്ടിട്ട് ആദ്യം നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തൊന്ന് ആദ്യം വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് 1-ാം പാലാണ്. ഇനി വേണ്ടത് 2-ാം പാലാണ്. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ കുക്കറിൽ തന്നെ നമ്മൾ 2-ാം പാൽ ഒഴിച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് 2-ാം പാൽ ഒഴിച്ചിട്ടും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് നമ്മൾ ശർക്കരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്തതാണ്. അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കാണിച്ച 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തതാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറവായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പായസത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശർക്കരയും കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്നുകൂടെ മധുരം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മധുരം കുറവുണ്ടാവും. ഇപ്പോൾ ഞാൻ വീണ്ടും പഞ്ചസാര ഇടാൻ പോവുകയാണ്. ഇതിൽ മധുരം കുറച്ച് കുറവുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതിൻ്റെ പൊടി മുകളിലൂടെ ഇട്ട് കൊടുക്കാം. അതും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ പായസം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള കമൻറ്റ് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.